ഹായ് ഹലോ ജസീമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഇപ്പോൾ അറിയുന്നുണ്ടല്ലോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ വിഷയങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് ഒരു പൈസപരമായ ഇഷ്യൂ ആണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഡോക്ടർ കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു, അതിനിടയിൽ ഈ ദിൽഷ എന്തിനാണ് പിടിച്ചിടുന്നത്? ബിഗ് ബോസിൽ വെച്ച് അവർ കുറച്ച് ഇഷ്ടപ്രകടനങ്ങളൊക്കെ നടത്തി, അവിടെ കഴിഞ്ഞു, അതിറങ്ങി. ദിൽഷയ്ക്ക് സാവകാശം വേണമെന്ന് പറഞ്ഞു, ഡോക്ടർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും ആ ഒരു കാര്യം കഴിഞ്ഞു കിട്ടി. ഇപ്പോൾ ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഡോക്ടർ കല്യാണം കഴിച്ചു, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെ ഈ ദിൽഷ എന്തിനാണ് അതിനിടയിൽ ഈ പിടിച്ചിടുന്ന എല്ലാവരും? ദിൽഷ രക്ഷപ്പെട്ടു. ഇവരുടെ ഇഷ്യൂവിൻ്റെ ഇടയിൽ ഈ പൈസപരമായ കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ ദിൽഷയെ പിടിച്ചിടേണ്ട കാര്യം എന്ത്? ദിൽഷയുടെ ഇഷ്യൂ ആ സമയത്തങ്ങ് കഴിഞ്ഞില്ലേ? എന്നാലും ദിൽഷ രക്ഷപ്പെട്ടു. ദിൽഷ ഇതിൻ്റെ ഇടയിൽ പിടിച്ചിടേണ്ട യാതൊരു കാര്യവുമില്ല. അത് അതിൻ്റെ പ്രോഗ്രാമുകളായിട്ട് അതിൻ്റെ വഴിക്ക് അത് സമാധാനപരമായിട്ട് മുമ്പോട്ട് പോകുന്നു. നോക്കിക്കോണേ മനുഷ്യരുടെ ഓരോ കാര്യങ്ങൾ. എവിടെ നോക്കിയാലും ദിൽഷ രക്ഷപ്പെട്ടു ഇവൻ്റെ കുരുക്കിൽ വീഴാതെയെന്ന്. അല്ലെങ്കിൽ അന്ന് അവർ ബിഗ് ബോസിൽ വെച്ച് പരിചയപ്പെട്ടപ്പോൾ ഇത് ചക്കയാണെങ്കിൽ ചൂഴ്ന്നു നോക്കാം. അവർ തങ്ങൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഡോക്ടറുടെ സ്വഭാവം എന്ത്, ദിൽഷയുടെ സ്വഭാവം എന്ത്, ഇതൊന്നും അവർക്ക് രണ്ടുപേർക്കും അറിയില്ലല്ലോ. രണ്ടുപേരും ഇഷ്ടപ്പെടുമ്പോൾ ആദ്യം സ്വഭാവം നോക്കിയിട്ടാണോ ഇഷ്ടപ്പെടുന്നത്? അല്ലല്ലോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ആലോചിക്കുക, ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിൻ്റെ ഇടയിലും ദിൽഷയെ പിടിച്ചിടും. ദിൽഷ ഇതിനിടയിൽ വലിച്ചിടേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ ദിൽഷയാണ് ഡോക്ടറുടെ ജീവിത സഖിയായിട്ടിരുന്നാൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇത് ഡോക്ടറുടെ ജീവിതത്തിൽ ഏത് ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ജീവിത സഖിയായിട്ട് വന്നിരുന്നാലും ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ വ്യക്തിയും കൂടി അത് തരണം ചെയ്യേണ്ടി വരും. എല്ലാ കാര്യത്തിലും ദിൽഷ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും തലയിടുകയോ ഡോക്ടറുടെ ഒരു പേര് പോലും ഒരു സ്ഥലത്തും പറയുകയോ എടുക്കുകയോ ഒന്നും ചെയ്യാതെ ദിൽഷയുടെ കാര്യങ്ങൾ നോക്കി പോവുകയാണ്. ദിൽഷ രക്ഷപ്പെട്ടു. പെട്ടില്ലെന്ന് ആര് പറഞ്ഞു? ദിൽഷയെ വെറുതെ വിടൂ. ദിൽഷ ഈ ഡോക്ടർ റോബിൻ്റെയും ഈ ആരതി പൊടിയുടെയും കുടുംബജീവിതത്തിൻ്റെ ഇടയ്ക്ക് ദിൽഷയുടെ പേരെന്തിന് വലിച്ചിടുന്നു? ദിൽഷയുടെ വിഷയങ്ങൾ ആ ബിഗ് ബോസോട് കൂടി അത് കഴിഞ്ഞില്ലേ? വെറുതെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല ആ കുട്ടിയെ ഈ ഡോക്ടർ സംബന്ധിച്ച് എന്ത് വിഷയമുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ദിൽഷയെ പിടിച്ചിടും. അത് വെറും ഒരു വൃത്തികെട്ട ഇടപാടാണ്. ദിൽഷയെ ഇവിടെ കൊണ്ടുവരേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് ഡോക്ടറുടെ കുടുംബം, ഡോക്ടറുടെ കൊണ്ടാവുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രശ്നങ്ങൾ അത് തരണം ചെയ്യാൻ ഭാര്യയുണ്ട്. നേരത്തെ ഒരാളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വിചാരിച്ച് ഇപ്പോൾ ഡോക്ടറെ കൊണ്ടാവുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ദിൽഷ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ദിൽഷ അനുഭവിക്കും എന്നാണ് ഓരോരുത്തർ പറഞ്ഞു വരുന്നത്. അതിപ്പോൾ ദിൽഷയല്ല, ഏതൊരു വ്യക്തികളായാലും ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ കൂടെ ഇരുന്നാൽ ഒരു പങ്കാളിക്ക് വരുന്ന പ്രശ്നങ്ങളിൽ അവർ അത് സ്നേഹപരമായിട്ടാണെങ്കിൽ അവരത് ഇടപെട്ട് അവരും കൂടെ അത് തരണം ചെയ്യാൻ ശ്രമിക്കുകയല്ലേ ഉള്ളൂ. അല്ലാതെ ഈ ഡോക്ടറുടെ വിഷയങ്ങൾക്കെല്ലാം ഈ ദിൽഷയെ പിടിച്ചിട്ടിട്ട് എന്ത് കാര്യം? ദിൽഷ ആരോടും ഒന്നിനും വരുന്നില്ല. ആ കൊച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി മര്യാദയ്ക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് നല്ലൊരു വീടും വെച്ച് അത് സന്തോഷമായിട്ട് കഴിയുന്നു. എന്ത് കാര്യം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ സംബന്ധിച്ചുണ്ടെങ്കിലും അവിടെ എല്ലാം ദിൽഷയുടെ പേര് വലിച്ചിടും. ദിൽഷ രക്ഷപ്പെട്ടു. എനിക്കിത് കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ അതിശയിച്ച് പോയിട്ടുണ്ട്. എന്താണ് ദിൽഷ രക്ഷപ്പെടാതിരിക്കാൻ കാരണം? അവിടുത്തെ ആ ഒരു ഇതുകൊണ്ട് ആ ഒരു ഇഷ്യൂ അന്നേ കഴിഞ്ഞില്ലേ? ഇത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ്. അത് അതിൻ്റെ കാര്യങ്ങൾ നോക്കി അത് സിംഗിളായിട്ട് കഴിയുന്നൊരു കുട്ടിയാണ്. എപ്പോഴെങ്കിലും അതിന് കല്യാണമാകുമ്പോൾ അത് അതിൻ്റെ കല്യാണം കഴിഞ്ഞ് അവർ അങ്ങനെ കഴിഞ്ഞോളും. അല്ലാതെ എപ്പോൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ ദിൽഷയെ പിടിച്ചിടുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല.
ദിൽഷയെ വെറുതെ വിടും. അവനവൻ്റെ കാര്യം നോക്കി അവനവൻ ജീവിച്ചോട്ടെ.